ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെ 20-ാം തീയതി 2025 മെയ് 20-ാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഹാസ്യ നാടകം നിങ്ങൾ കണ്ടിരിക്കും, അല്ലെങ്കിൽ കേട്ടിരിക്കും. രാവിലെ 10 മണിയോടെ വൈദികർ എന്ന് വിളിക്കപ്പെടുന്ന കുറേ പേര് അരമനയിലേക്ക് വന്നു. ബാക്കും ഒക്കെ ആയിട്ടാണ് വരവ്. അതായത് രാത്രി തങ്ങേണ്ടി വന്നാലോ അതിനുള്ള ഒരു മുൻകരുതൽ. കുറച്ച് കഴിഞ്ഞ് ഏകദേശം 200 പേർക്കുള്ള ഭക്ഷണവുമായി ഒരു ടെമ്പോ ട്രാവലർ എത്തി. പോത്തിറച്ചി, മീൻ, അങ്ങനെ വിഭവ സമൃദ്ധമായ ഭക്ഷണം, പിന്നെ ചോറും ഇഷ്ടം പോലെ. ഈ വൈദികരെന്ന് വിളിക്കപ്പെടുന്നവരെ മുകളിലെ ഹാളിൽ ചിരിച്ചും കളിച്ചും സ്മാർട്ട് ഫോണിൽ തോണ്ടിയൊക്കെ ഇരുന്നു കുറേ നേരം. ഉച്ചയായപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ ഊട്ടിച്ചാലിലേക്ക് പോയി. സഭാസ്നേഹികളായ ഏതാനും അൽമായർ അവിടെ ഉണ്ടായിരുന്നു. ഈ സിനഡ് അനുകൂലികൾ, സഭാനുകൂലികൾ എന്നൊക്കെ വിളിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടി, കാര്യങ്ങൾ നടത്താൻ വേണ്ടി കൂരിയിൽ വന്നവരായിരിക്കാം. ഏതായാലും അവിടെ ഉണ്ടായിരുന്നു. വൈദികരെന്ന് പറയുന്നവരുടെ പെരുമാറ്റത്തിലും ഉദ്ദേശത്തിലും സംസാരത്തിലൊക്കെ സംശയം തോന്നിയ അവർ ചിലർക്കെല്ലാം ഫോൺ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അൽമായ സത്യവിശ്വാസത്തിൽ കുറച്ച് പേരോട് എത്തിച്ചേർന്നു. വൈദികർ രാത്രിയും അരമിൽ തങ്ങാനാണ് പരിപാടി എന്ന് അവർക്ക് മനസ്സിലായി. കാരണം 19 പേരാണ് ഭക്ഷണം കഴിച്ചത്, 200 പേർക്കുള്ള ഭക്ഷണമുണ്ട്. അപ്പോൾ രാത്രിയും കൂടി കഴിക്കാനുള്ളത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് രാത്രിയും ഇവിടെ തങ്ങാനും എന്തോ പരിപാടിയുണ്ട്. എന്ത് പരിപാടി എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അങ്ങനെ ചിലപ്പോൾ അന്യായമായതെങ്കിലും സമ്മർദ്ദ തന്ത്രത്തിൽ നേടിയെടുക്കുക, അതാണ് അവരുടെ ഒരു പൊതുരീതി. അപ്പോൾ അത് തടയണമെന്ന ഉദ്ദേശത്തോടെ അവർ ചില ഗ്രൂപ്പുകളിലേക്കെല്ലാം സന്ദേശം കൊടുത്തു. വലിയ വലിയ ഗ്രൂപ്പുകളിലേക്ക് മാത്രമല്ല, ചെറിയ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ഈ വാട്സാപ്പ് പോരാളികൾ കൂടാതെ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്. അവർക്കെല്ലാം ചെറിയ ഗ്രൂപ്പുകളാണ്. അവരുടെ നേതാക്കന്മാർക്കെല്ലാം സന്ദേശം പോയി. ആവശ്യമെങ്കിൽ പുരുഷന്മാരെല്ലാം സംഘടിച്ച് വരാമെന്ന ധാരണയായി. സ്ത്രീകളുടെ ഗ്രൂപ്പുകളും ചലിക്കാൻ തുടങ്ങി. അവരുടെ ഗ്രൂപ്പുകളിലേക്ക് സന്ദേശം ചെന്നു. അവർ നല്ല ശക്തരായ സ്ത്രീ നേതൃത്വമുണ്ട്. അവർ ചൂലുമായി, അതും അങ്ങനെ പുതിയ ചൂലോ അങ്ങനത്തെ അല്ല, ഈ മുറ്റൊക്കെ അടിച്ച് മാറിയിട്ട് അത് ആ വൃത്തികേടോട് കൂടിയ ചൂലുമായി വരാനായിട്ട് അവർ പ്ലാൻ ചെയ്തു. അങ്ങനെ സ്ത്രീകൾ എപ്പോൾ വേണമെങ്കിലും വരാൻ, ചൂലുകളുമായി വരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് അവർ അരമനയിലേക്ക് എത്തിച്ചേരാനുള്ള ഏർപ്പാടുകളും ചെയ്തു. അതിന് സ്ത്രീകൾ പറഞ്ഞ ഒരു ന്യായം, അതെനിക്ക് വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ റെഡിയാണ്, ചൂലുമായി വരാൻ ഞങ്ങൾ റെഡിയാണ്, വൃത്തികെട്ട ചൂലുകളുമായി ഞങ്ങൾ വരും. അതിൽ ഒരാൾ പറഞ്ഞ ന്യായം, മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞതുപോലെ നമ്മുടെ സഭാ നേതൃത്വം തലതിരിഞ്ഞിരിക്കുന്നു. ഇടയന്മാരാകേണ്ട അവർ വേട്ടക്കാരുടെ പക്ഷം ചേർന്നിരിക്കുന്നു. നമ്മെ ചെന്നായ്ക്കൾ ഇടയിലേക്ക് ഇട്ടെറിഞ്ഞു കൊടുത്ത് ഇടയന്മാർ ഓടിക്കളഞ്ഞിരിക്കുന്നു. അവർ ഇടയന്മാരല്ല, കൂലിക്കാരാണ്. അതിനാൽ സുറിയാനി സഭയാകുന്ന ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കാൻ നമ്മൾ സുറിയാനിക്കാരായ ആടുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ തന്നെ ചില വാക്കുകൾ, മുമ്പത്തെ വീഡിയോയിൽ വാക്കുകൾ എടുത്തിട്ടാണ് അവർ പരസ്പരം പറഞ്ഞത്. അപ്പോൾ മറ്റൊരു സ്ത്രീ പറഞ്ഞു, കുറ്റം ചെയ്യാതെ കാരാഗ്രഹത്തിൽ പല പ്രാവശ്യം കിടക്കേണ്ടി വന്നവരെ പോലെയാണ്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ഇരിക്കേണ്ടി വന്നവരെ പോലെയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളൊരു കുറ്റം ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ട കുർബാന വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ കുറ്റക്കാരായി തടവിലിട്ട പോലെ, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെച്ച പോലെയാണ്, റിമാൻഡിൽ വെച്ച പോലെയാണ്. അങ്ങനെ പല പ്രാവശ്യം നടന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് പേടിയും പോയി, നാണക്കേടും പോയി. ഇപ്പോൾ പേടിയില്ല, നാണക്കേടും തോന്നണില്ല. ഇനി സുറിയാനി സഭയെ രക്ഷിക്കാൻ പ്രാണൻ വെടിയാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. സുറിയാനി സഭയെ രക്ഷിക്കാൻ ഞങ്ങൾ പ്രാണൻ വെടിയാൻ പോലും തയ്യാറാണ്. കാരണം ഞങ്ങളുടെ ഇടയന്മാർ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ ചില ആടുകളെ തന്നെ ഇടയന്മാരാകാൻ തീരുമാനിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവരുടെ സംസാരം. ഇതിനിടയിൽ ഈ ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ അരമനയിൽ തമ്പടിച്ചിരുന്ന ഈ വൈദികരെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നേരെ ചില അൽമായർ അസഭ്യവാക്കുകൾ പറയാൻ തുടങ്ങി, തെറികളൊക്കെ. വൈദികർ മുൻപ് പറഞ്ഞിരുന്ന തെറികളൊക്കെ 4 ഇരട്ടിയായി തങ്ങളിലേക്ക് തിരിച്ചു വരുന്നല്ലോ എന്ന് പറയാൻ തുടങ്ങി. അവർ മുമ്പ് കുറേ തെറികൾ പറഞ്ഞിട്ടുണ്ട്. ആ തെറികളെല്ലാം 4 ഇരട്ടിയായി 10 ഇരട്ടിയായി തങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് ചിലർക്ക് തോന്നി തുടങ്ങി. കൂടുതൽ നേരം തങ്ങിയാൽ കൈവെപ്പിലൂടെ പട്ടം കിട്ടിയ തങ്ങൾക്ക് വെപ്പുകൈയുമായി പോകേണ്ടി വരും എന്ന ഒരു അപകടം അവർ മണത്തു. വ്യഭിചാരവൃത്തിയിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ ചുറ്റും നിന്ന പുരുഷന്മാർ
മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടതുപോലെ വൈദികർ ഓരോ ബാച്ചായി സ്ഥലം വിടാൻ തുടങ്ങി. അപ്പോൾ ഈ അൽമായ സത്യവിശ്വാസം ഊട്ടിച്ചാലിൽ കയറി സകല സംഗതികളെയും പാത്രങ്ങളുടെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ വീഡിയോ എടുത്തു, നാനാഭാഗങ്ങളിലേക്ക് അയച്ചു. പിന്നെ അവർ കഴിക്കാതെ പോയ ഭക്ഷണം അതും കാലിയാക്കി. അത് എന്തൊക്കെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും കാട്ടുതീ പോലെ ഈ വാർത്ത ലോകം മുഴുവൻ പരന്നു. വൈദികരെന്ന് പറയുന്നവരുടെ നാറിത്തരങ്ങളും തരികിട പരിപാടികളും തറവേലകളും ലോകം മുഴുവനിലും എത്തി. മലയാളികൾ എവിടേക്കുണ്ട് അവിടേക്ക് എത്തി. വത്തിക്കാനിലും എത്തി. വിമതരുടെ പോത്തിറച്ചി വത്തിക്കാനിലും എന്നാണ് ചിലർ അതിന് ക്യാപ്ഷൻ കൊടുത്തത്. ആ ക്യാപ്ഷൻ ഞാൻ ഇട്ടിരിക്കുന്നത്. എന്തായിരുന്നു ഈ വൈദികരെന്ന് പറയുന്ന ഇക്കൂട്ടരുടെ ഈ തറവേലയുടെ ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എറണാകുളത്തിന് അധികാരി വരുമെന്ന് കരുതിയിട്ടാണോ? അദ്ദേഹത്തെ സമ്മർദ്ദ തന്ത്രത്തിലാക്കി കാര്യം സാധിക്കാനാണോ? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടാണോ? അതോ അരമേൽ കയറി ഒന്ന് പരീക്ഷണം നടത്തി നോക്കുക, ഒരു ടെസ്റ്റ് ഡോസ്, ഇങ്ങനെയൊക്കെ കയറിയാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇങ്ങനെ ദുരൂഹതകൾ പലതും പടരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായി. ഒന്ന്, അൽമായ മുന്നേറ്റക്കാരും വൈദികരും തമ്മിലുള്ള ഭിന്നത വളർന്നിരിക്കുന്നു. അൽമായ മുന്നേറ്റക്കാരാരെയും അവിടെ കണ്ടില്ല. വൈദികരെ നമ്പാൻ കൊള്ളില്ലെന്നും ഇവന്മാരെല്ലാം കള്ളന്മാരാണെന്നും അൽമായ മുന്നേറ്റ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാകുകയാകാം, അറിഞ്ഞുകൂടാ. അവർ തമ്മിൽ ഭിന്നതയോ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകൾ മുമ്പും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ചില അറിവുകൾ കിട്ടുന്നതിന് വെളിച്ചത്തിലാണ്. അത് സത്യമാകുന്ന തരത്തിലാണ് ഇപ്പോഴും കാണുന്നത്. എനിക്കറിഞ്ഞുകൂടാ, ഇതിന് അവരുടെ അടവാകാം. അവർ പഠിച്ച കള്ളന്മാരാണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾക്ക് അപ്പുറത്ത് പഠിച്ച കള്ളന്മാരാണ്. അപ്പോൾ എന്താണ് അവരുടെ ഗൂഢലക്ഷ്യമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഇങ്ങനൊരു സാധ്യത. രണ്ട്, അൽമായ സത്യവിശ്വാസികൾ, സിനഡ് അനുകൂലികൾ, സഭാനുകൂലികൾ എന്നൊക്കെ വിളിക്കപ്പെടുന്നവർ, അവർ സത്യവിശ്വാസികൾ വളരെ ജാഗ്രത പാലിക്കുന്നു. അവർ വളരെ അലേർട്ടാണ്. നിമിഷങ്ങൾ കൊണ്ടാണ് അവരവിടെ എത്തിച്ചേർന്നത്. സിനഡിനെ അനുകൂലിക്കുന്നവരല്ലേ, അതല്ലേ വേണ്ടത്? സഭയെ അനുകൂലിക്കുന്നവർ, അതാണ് കറക്റ്റ്. സിനഡിനെ അനുകൂലിക്കുന്നവർ, സഭയെ അനുകൂലിക്കുന്നവർ, അവരാണ് സത്യവിശ്വാസികൾ. അങ്ങനെയാണ് വേണ്ടത്. അവർ വളരെ അലേർട്ടാണ്. ഇനി ഇവരുടെ വിമതരുടെ ഒരു തരികിടയും അവിടെ നടക്കില്ല. അൽമായ മുന്നേറ്റക്കാരുടെ ഒരു തന്ത്രവും അവിടെ നടക്കില്ല, കുതന്ത്രവും അവിടെ നടക്കില്ല. മൂന്ന്, സമരരംഗത്ത് തുടക്കം മുതൽ തന്നെ നമുക്കറിയാം സ്ത്രീകളുണ്ട്. അവരിപ്പോൾ കുറേ കൂടെ സംഘടിച്ചിരിക്കുന്നു. പേടിയും നാണവും ഒക്കെ പോയിരിക്കുന്നു. ഇനി കർത്താവിനെ അനുഗമിച്ച സ്ത്രീകളെ പോലെ സഭയെ അനുസരിക്കുന്ന സ്ത്രീകളായി നിൽക്കാൻ അവർ ഉറച്ചിരിക്കുന്നു. അതൊരു പെൺപട എന്ന് വിളിക്കാവുന്ന ഒരു നല്ലൊരു ഗ്രൂപ്പ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. കർത്താവിനെ അനുഗമിച്ച സ്ത്രീകളെ പോലെ സഭയെ അനുസരിക്കുന്ന സ്ത്രീകൾ, സഭയുടെ പെൺപട. അതൊരു വലിയ ശക്തിയാണ്. അടുത്തത്, അൽമായ സത്യവിശ്വാസികളെ ശക്തമായ ഒരു ഗണം മൗണ്ട് തോമസിൽ ചെന്ന് അവിടെ അധികാരികളോട് പറഞ്ഞു. അത് ഇന്നലെയല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, സിനഡ് കുർബാന നടപ്പിലാക്കാതെ അടുത്ത സിനഡ് സമ്മേളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. സിനഡ് കുർബാന, അതായത് ഏകീകൃത കുർബാന നടപ്പാക്കാതെ സിനഡ് സമ്മേളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അവിടെയുള്ളവരോട് പറഞ്ഞു. ഞങ്ങൾ മെത്രാന്മാരെ വഴിയിൽ തടയും, നേരിടും, ഇതൊരു താക്കീതാണ് എന്നെല്ലാം അവരവിടെ പറഞ്ഞു. ഈ ആവേശം മറ്റ് ഗ്രൂപ്പുകളും ഏറ്റെടുക്കുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ ഗംഭീരമായിട്ട് വരികയാണ്. അവസാനമായിട്ട്, ഏകീകൃത കുർബാന നടപ്പാക്കാനല്ലാതെ ഒരു അധികാരിയും ഇനി എറണാകുളം അങ്കമാലിയിലേക്ക് വരേണ്ടതില്ല എന്ന് അൽമായ സത്യവിശ്വാസികൾ, നിങ്ങൾ വിളിക്കുന്ന സിനഡ് അനുകൂലികൾ, സഭാനുകൂലികൾ തീരുമാനിച്ചിരിക്കുന്നു. അതിന് സന്തോഷം പകരുന്ന തരത്തിലുള്ള, ആവേശം പകരുന്ന തരത്തിലുള്ള നല്ല ഒരു പത്രക്കുറിപ്പാണ് ഇന്ന് മെത്രാന്മാരുടെ മാധ്യമ കമ്മീഷൻ ഇറക്കിയിരിക്കുന്നത്. വളരെ ശക്തമായ ഭാഷയിൽ, വ്യക്തമായ ഭാഷയിൽ അവർ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ശുഭസൂചകമായ നല്ല വാർത്തകളാണ്. ഇവരുടെ ഈ ഹാസ്യ നാടകം പൊളിഞ്ഞു. അതിൻ്റെ ദുരൂഹതകളൊക്കെ വഴിയേ അത് മനസ്സിലായി വരട്ടെ. എന്ത് കാര്യമാണെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന നടപ്പാക്കിയിരിക്കും. അതിനൊരു പിന്മാറ്റം സാധ്യമല്ല. ജനങ്ങൾ, അതായത് സഭയെ സ്നേഹിക്കുന്ന ദൈവജനം വളരെ അലേർട്ടാണ്. അതിന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.